തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് 2 വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയി 13 മണിക്കൂർ പിന്നിട്ടിട്ടും തുമ്പ് കിട്ടാതെ പോലീസ്. ഓൾ സയൻസ് കോളേജിന് സമീപത്ത് മാതാപിതാക്കളോടൊപ്പം ഉറങ്ങിക്കിടന്ന കുട്ടിയെയാണ് തട്ടിക്കൊണ്ടുപോയത്. ബൈക്കിലെത്തിയ ആൾ കുട്ടിയെ കൊണ്ടുപോയെന്ന മൊഴിയിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ സകല സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിക്കുന്ന തലസ്ഥാന നഗരത്തിലെ പ്രധാന ഭാഗമാണ് ഓൾ സയൻസ് ജംഗ്ഷൻ. ഇവിടെ തേൻ വിൽപ്പനയ്ക്കെത്തിയ ബീഹാർ സ്വദേശികളായ അമർദ്വീപ് റമീന ദേവി ദമ്പതികളുടെ മകൾ മേരിയെയാണ് കാണാതായത്. പോലീസ് എഫ്ഐആർ പ്രകാരം സംഭവം ഇങ്ങനെ: സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കുമൊപ്പം റോഡിന് സമീപത്തെ തുറസായ സ്ഥലത്താണ് മേരി കിടന്നിരുന്നത്. രാത്രി 12 മണിക്കും 1 മണിക്കുമിടയിൽ സഹോദരങ്ങൾ ബഹളമുണ്ടാക്കിയത് കേട്ട് മാതാപിതാക്കൾ ഉണർന്നു നോക്കുമ്പോൾ 2 വയസ്സുകാരി മേരി സ്ഥലത്തില്ല. ബൈക്കിലെത്തിയ ഒരാൾ മേരിയെ എടുത്തുകൊണ്ടുപോയെന്നാണ് 10ഉം 6ഉം വയസ്സുള്ള സഹോദരങ്ങൾ പറഞ്ഞത്. स्कूटर वाला उधर रोक के बहुत रात था तो हम सब सोचा नहीं कुछ करेगा तो हम सो गया ना तो मैं बहन को ले गया. തുടർന്ന് കുടുംബം പേട്ട പോലീസിലെത്തി പരാതി നൽകി. ഉടൻ തന്നെ സഹോദരങ്ങളായ കുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് അന്വേഷണം. കുട്ടിക്കായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ വ്യാപക പരിശോധന തുടരുകയാണ്. കന്യാകുമാരി കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി 13 മണിക്കൂർ പിന്നിടുന്നു. പോലീസ് സംവിധാനം എന്ത് ചെയ്യുന്നുവെന്ന കുറ്റപ്പെടുത്തൽ ഉയരുന്നുണ്ട്. പക്ഷേ സംഭവത്തിൽ പോലീസ് ചില അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ പ്രതീക്ഷിക്കുകയാണ്. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.